ട്രാവൽ ഓൺ റോഡ്സിൻ്റെ ഈ ഒരു എപ്പിസോഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് തൂമാനം വാട്ടർഫാൾസിൽ നിന്നാണ്. തൃശ്ശൂരിൽ നിന്ന് 20 കിലോമീറ്റർ മാറിയാണ് പാലക്കാട് റൂട്ടിൽ അകമല കുമരനെല്ലൂർ വഴി പോകുമ്പോഴാണ് നമുക്ക് ഈ ഒരു വാട്ടർഫാൾസ് ദൃശ്യമാകുന്നത്. കാറെല്ലാം പാർക്ക് ചെയ്തുകൊണ്ട് നമുക്ക് അവിടെ നിന്ന് കുറച്ച് നടന്നു കഴിഞ്ഞാൽ ഈ ഒരു വാട്ടർഫാൾസിലേക്കുള്ള വഴികൾ കാണാനായിട്ട് സാധിക്കും. 1-2 എൻട്രൻസിലൂടെയാണ് നമുക്ക് ഈ ഒരു വാട്ടർഫാൾസിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുന്നത്. ഈ ഒരു പാടത്തിനോട് വരമ്പിനോട് ആ ഒരു ഫേസിങ് ചെയ്തിട്ടാണ് ഈ ഒരു വാട്ടർഫാൾസ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുക. ഒരുപാട് ഫാമിലീസും അതുപോലെ തന്നെ യങ്സ്റ്റേഴ്സും നമുക്ക് അവിടെ വെള്ളച്ചാട്ടം വാട്ടർഫാൾസ് ആസ്വദിക്കാനായിട്ട് വന്നിരിക്കുന്നത് കാണാനായിട്ട് പറ്റും. അപ്പോൾ നമ്മളും അതുപോലെ ഒരു വീക്കെൻഡാണ് നമ്മൾ അവിടേക്ക് എത്തിയത്. ഒരുപാട് നല്ല വൈബായിരുന്നു ആ ഒരു പ്ലസൻ്റ് ആയിട്ടുള്ള വാട്ടർഫാൾസിൽ നമുക്ക് കിട്ടിയത്. അപ്പോൾ നമുക്ക് വാട്ടർഫാൾസിൻ്റെ വിശേഷങ്ങൾ കാണാം. കാടിൻ്റെ പച്ചപ്പും അതുപോലെ തന്നെ പാറക്കെട്ടുകളിലൂടെയുള്ള ഈ ഒഴുകിയിറങ്ങുന്ന വെള്ളത്തിൻ്റെ ശബ്ദവും എല്ലാം നമുക്ക് വേറൊരു ലോകത്തിലേക്കാണ് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. ശരിക്കും തൃശ്ശൂർ ടൗണിൽ നിന്ന് നമുക്ക് വരുമ്പോൾ വലിയ തിരക്കുകളൊന്നുമില്ലാതെ നമുക്ക് ശാന്തമായിട്ട് പ്രകൃതിയോടെ ഇണങ്ങി ഫാമിലി ആയിട്ട് ആസ്വദിക്കാൻ പറ്റിയൊരു വാട്ടർഫാൾസാണ് ഈ ഒരു തൂമാനം വാട്ടർഫാൾസ്. വാട്ടർഫാൾസിന് തൊട്ട് താഴെയാണ് അതായത് നിൽക്കുന്നത്. അത്രയും ഹെവി ആയിട്ടുള്ള ഒരു വാട്ടർ മസാജായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. കുറേ ആളുകൾ നമുക്ക് ഈ ഒരു വാട്ടർഫാൾസിന് തൊട്ട് താഴെയുള്ള പാറയിടുക്കിലൂടെയൊക്കെ നിൽക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ ഒരുപാട് കുട്ടികളും അതുപോലെ തന്നെ ഫാമിലീസുമാണ് ഈ ഒരു വാട്ടർഫാൾസ് എൻജോയ് ചെയ്യാനായിട്ട് തൂമാനം വാട്ടർഫാൾസിൽ നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. പടിഞ്ഞാറൻകെട്ട മലനിരകളുടെ അടിവാരത്തിലാണ് ഈ ഒരു കൊച്ചു വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. അകമല അതുപോലെ തന്നെ ചെപ്പലക്കോട് വനമേഖലയിൽ നിന്ന് ഉറവിയെടുക്കുന്ന ഈ ഒരു അരുവിയാണ് തൂമാനത്തിന് ജീവൻ നൽകുന്നത് തന്നെ. വേനൽക്കാലത്ത് തീരെ വെള്ളമില്ലാത്ത ഈ ഒരു സ്ഥലത്ത് മഴക്കാലമായി കഴിഞ്ഞാൽ വെള്ളവും അതുപോലെ തന്നെ ആളുകളും കൊണ്ട് നിറയും. മഴക്കാലം ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിൽ അടിപൊളിയായിട്ട് വാട്ടർഫാൾസ് ആസ്വദിക്കാനായിട്ട് മറ്റു ജില്ലകളിൽ നിന്ന് പോലും ആളുകൾ ഇവിടേക്ക് എത്തുന്നതായിട്ട് നമുക്ക് അറിയാനായിട്ട് സാധിച്ചിരുന്നു. ചിങ്കാരി പറഞ്ഞതനുസരിച്ച് നമ്മൾ ക്യാമറ ഒന്ന് വെള്ളത്തിൽ മുക്കിയെടുത്ത് ഈ ഒരു പ്രകടനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സംഭവം അടിപൊളിയാണ്. കുട്ടികൾക്ക് വളരെ സേഫായിട്ട് നിൽക്കാൻ പറ്റാവുന്ന ഒരു ഹൈറ്റ് ഈ ഒരു വെള്ളച്ചാട്ടത്തിന് താഴെ ഭാഗത്ത് വരുന്നുള്ളൂ. അത്യാവശ്യം ഒരു 2 അടി 3 അടിയുടെ അത്ര ഹൈറ്റ് മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഈ കാണുന്ന രീതിയിലാണ് വെള്ളച്ചാട്ടത്തിൻ്റെ താഴ്ഭാഗം നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ഞങ്ങളിപ്രാവശ്യം നാട്ടിലെത്തിയപ്പോൾ അത്യാവശ്യം നല്ലൊരു മഴ ആ ഒരു ആദ്യ ദിവസങ്ങളിൽ കിട്ടിയെങ്കിലും പിന്നീട് മഴ കുറവായിരുന്നു. അപ്പോൾ ഇതുപോലുള്ളൊരു വാട്ടർഫാൾസിൽ നമുക്ക് ഈ ഒരു എൻജോയ്മെൻറ്റും കൂടെ ആയപ്പോൾ അടിപൊളി വെക്കേഷനായി മാറി. എവിലിനെ പ്രത്യേകിച്ച് വെള്ളത്തിൽ അതുപോലെ തന്നെ സ്വിമ്മിംഗ് പൂളിലൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും ആൾക്ക് കയറാനായിട്ട് സാധിക്കില്ല. ഇതിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാ കുട്ടികളും അതുപോലെ തന്നെയാണ്. അപ്പോൾ ഇവിടെയും അതുതന്നെയാണ് സംഭവിച്ചത്. അത്യാവശ്യം ഒരു 1.5 മണിക്കൂർ നമ്മളവിടെ സ്പെൻഡ് ചെയ്തിരുന്നു. ഈ കാണുന്ന പാറക്കെട്ടുകളുടെ ഉള്ളിലൂടെ മുകളിലേക്ക് കയറാനുള്ളൊരു വഴി, അതായത് ആ കാണുന്ന വേരുകൾക്കുള്ളിലൂടെ അവിടെ കയറി നിന്ന് അതിൻ്റെ മുകളിൽ നിന്ന് ചാടുന്ന ഒരു നല്ലൊരു ഷോട്ടും നല്ല വീഡിയോയും നമുക്ക് കിട്ടിയിരുന്നു. അവിടെ ഉണ്ടായിരുന്ന കുട്ടികളാണ് ആ ഒരു വേരുകൾക്കിടയിലൂടെ അങ്ങനെ കയറിയത്. അത്രയ്ക്ക് സുരക്ഷിതമല്ല, വഴുക്കലൊക്കെ ഉണ്ട്. എന്നിരുന്നാലും അവർ മേ ബി ഡെയിലി വരുന്നവരായിരിക്കാം. അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. തൂമാനം വാട്ടർഫാൾസ് എന്ന് ഗൂഗിൾ മാപ്പിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാവുന്ന ലൊക്കേഷനിലേക്കാണ് നമ്മൾ ഈ ഒരു വാട്ടർഫാൾസ് കാണാനായിട്ട് എത്തിയത്. എക്സാക്റ്റ് ലൊക്കേഷനായിരുന്നു. നമുക്ക് ലൊക്കേഷനിൽ തന്നെ പെയ്ഡ് പാർക്കിംഗ് സർവീസും അവിടെ അവൈലബിൾ ആയിരുന്നു. അതുപോലെ തന്നെ അവിടെ സ്ട്രീറ്റ് വേ പാർക്കിങ്ങും ഉണ്ടായിരുന്നു. അതായത് നമുക്ക് ഒട്ടുമിക്ക ആളുകൾക്കും അവിടെ സുഖമായിട്ട് പാർക്കിംഗ് കണ്ടെത്താനായിട്ട് സാധിക്കും. ഒരുപാട് വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് എത്താതെ അതിന് മുൻപ് തന്നെ പാർക്ക് ചെയ്യുന്നതാണ് കൂടുതലും ഈ ശനി ഞായർ ദിവസങ്ങളിൽ വരുന്നവർക്കുള്ള നല്ലൊരു ടിപ്പായിട്ട് നമുക്ക് നൽകാനായിട്ട് സാധിക്കുക.
ടൂ വീലേഴ്സിനെ അവിടെ പാർക്ക് ചെയ്യാനായിട്ട് സ്പെഷ്യൽ അവിടെ ഒരു നല്ലൊരു സ്പോട്ടുണ്ട്. വലിയൊരു പാറമേലാണ് അവിടെ അത്യാവശ്യം ആളുകൾ ആ ഒരു വണ്ടികളൊക്കെ അവിടെ പാർക്ക് ചെയ്തിരുന്നത്. ഇവിടെ നിന്ന് കയറി പോകുന്ന വഴിയിലാണ് ഈ കാണുന്നത്. അത്യാവശ്യം നല്ല പ്ലാസ്റ്റിക് വേസ്റ്റൊക്കെ ഡംപ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ വരുന്നവരോട് പറയാനുള്ളത് കുപ്പികളും അതുപോലെ തന്നെ പ്ലാസ്റ്റിക് വേസ്റ്റുകളൊക്കെ അത്യാവശ്യം അവിടെ നിന്ന് നമ്മുടെ വീടുകളിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുപോകുക. അവിടെയൊക്കെ നിക്ഷേപിക്കാതെ നമുക്ക് നമ്മുടെ ഇനി വരുന്ന തലമുറയ്ക്കും ഇതുപോലെയുള്ള വെള്ളച്ചാട്ടങ്ങളൊക്കെ നല്ല സുഖമായിട്ട് ആസ്വദിക്കാനൊക്കെ ആയിട്ട് സാധിക്കാനായിട്ട് നമ്മൾ തന്നെ തയ്യാറാവേണ്ടതാണ്. അങ്ങനെ നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് എത്തി. അപ്പോഴാണ് നമ്മുടെ ലോയിഡിൻ്റെയും ജിൽസയുടെയും വരവ്. അങ്ങനെ നമ്മൾ അവരുടെ കൂടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിരുന്നു. അപ്പോൾ നമ്മുടെ വെക്കേഷൻ ട്രിപ്പിൻ്റെ അടുത്ത ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട്, അതായത് തൃശ്ശൂരിലെ ഏറ്റവും വലിയ കീ ചെയിൻ സ്റ്റോറിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് നമ്മൾ വീണ്ടും കാണുന്നത്. ടിൽ ദെൻ ബൈ ഫ്രം ട്രാവൽ ഓൺ റോഡ്സ്. ച്യൂസ്.